ഹായ് ഫ്രണ്ട്സ്, വണ്ടി പിടിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്നത് 2017 മോഡൽ മെഴ്സറസിൻ്റെ E300 ആണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മെഴ്സറസിൻ്റെ പാർക്കിംഗ് ബ്രേക്ക് ഫെയിലിയർ ആയിട്ട് അതിൻ്റെ ഒരു സർവീസ് മോഡ് എങ്ങനെ ആക്കും, അതേമാതിരി തന്നെ അതിന് പാർക്കിംഗ് ബ്രേക്ക് സർവീസ് മോഡിലേക്ക് ആക്കാതെ ബ്രേക്ക് പാഡ് റിപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരുന്ന പ്രശ്നവും, അതേമാതിരി തന്നെ ആ പ്രശ്നത്തിന് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ റിപ്ലേസ് ചെയ്യണം എന്നുള്ളതൊക്കെ ആ വീഡിയോയിലുണ്ട്. പക്ഷേ ഞാൻ ആ വീഡിയോയിൽ കൊടുക്കാത്തൊരു കാര്യമുണ്ട്. പാർക്കിംഗ് ബ്രേക്ക് നമുക്ക് സ്കാനറിലൂടെ മാത്രമല്ല, നമുക്ക് വാഹനത്തിൻ്റെ അകത്തുനിന്ന് നമുക്ക് സർവീസ് മോഡിലേക്ക് ആക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ മോഡൽ വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സർവീസ് മോഡിലേക്ക് ആക്കുന്നത് വാഹനത്തിൻ്റെ അകത്തുനിന്ന് എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതും ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ ഇന്നലെ കാണിക്കാത്തത് കൊണ്ട് ഞാൻ ഇന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതേമാതിരി തന്നെ ഈ വാഹനം ബ്രേക്കിന് വേണ്ടിയിട്ടാണ് വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ളത്. ഈ വാഹനത്തിലെ ബ്രേക്ക് പാഡ് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. പക്ഷേ ചില സമയത്ത് ബ്രേക്കിൻ്റെ വാണിംഗ് വരുന്നുണ്ട് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വാണിംഗ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഈ വാഹനം എങ്ങനെയാണ് നമുക്ക് മാനുവലായിട്ട് വാഹനത്തിൻ്റെ അകത്തുനിന്ന് ഒരു സ്കാനിങ് ടൂളും ഇല്ലാതെ നമുക്ക് സർവീസ് മോഡിലേക്ക് ആക്കുന്നത് എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വാഹനം 2 കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്ന് സർവീസ് ഓവർ ഡ്യൂ ആയിട്ടുണ്ട്, അതേമാതിരി തന്നെ ചില സമയത്ത് ബ്രേക്കിൻ്റെ വാണിംഗ് വരുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ വാഹനത്തിൻ്റെ സർവീസ് റീസെറ്റ് ചെയ്യും, അതേമാതിരി തന്നെ പാർക്കിംഗ് ബ്രേക്ക് എങ്ങനെ നമുക്ക് മാനുവലായിട്ട് വാഹനത്തിൻ്റെ അകത്തുനിന്ന് റീസെറ്റ് ചെയ്യാം എന്നുള്ളതും കൂടിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വാഹനത്തിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ മാനുവലായിട്ട് പാർക്കിംഗ് ബ്രേക്ക് റിലീസ് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാം. ഇതിപ്പം കണ്ടല്ലോ, സർവീസ് ഓവർ ഡ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പാർക്കിംഗ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നത്, അതേമാതിരി തന്നെ ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ആദ്യം തന്നെ ഇഗ്നിഷൻ ഓൺ ചെയ്യണം. ഓൺ ചെയ്തതിന് ശേഷം ഓഫ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ എയർ ബാഗിൻ്റെ ലൈറ്റ് മാത്രം കത്തി കിടക്കുന്നതാണ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ കിലോമീറ്റർ ഇവിടെ സെൻറ്ററിൽ കൊണ്ടുവരണം. ഈ സർവീസിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്താണ് സർവീസ് ഡ്യൂ, അതേമാതിരി എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ അസിസ്റ്റ് പ്ലസിൽ നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ കണ്ടല്ലോ, ഓവർ ഡ്യൂ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് ആദ്യം തന്നെ കിലോമീറ്റർ സെൻറ്ററിൽ കൊണ്ടുവരണം. കിലോമീറ്റർ സെൻറ്ററിൽ കൊണ്ടുവരണമെങ്കിൽ ഈ ട്രിപ്പിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യണം. അതിനുശേഷം നമുക്കിപ്പോൾ ഇവിടെ സ്റ്റിയറിങ്ങിലുള്ള 2 സ്വിച്ച് ഉണ്ട്. ഒന്ന് ഹോം സ്വിച്ച് പ്രസ് ചെയ്യണം. ഹോം സ്വിച്ച് പ്രസ് ചെയ്ത് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞ ഉടനെ ആ ബ്ലാക്ക് സ്വിച്ച് പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി കാണാം. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ബ്രേക്ക് പാഡ് റിപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടല്ലോ. അസിസ്റ്റ് പ്ലസ് എന്ന് പറയുന്നത് നമുക്ക് റീസെറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്കിപ്പം ബ്രേക്ക് പാഡ് മാനുവലായിട്ട് റിലീസ് ചെയ്യുന്നൊരു ഓപ്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് സ്കാനർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനി ഇതേമാതിരി ഇതിൻ്റെ അകത്തുനിന്നും ചെയ്യാം. ഇനി നമുക്ക് ആ ഓക്കെ എന്നുള്ള പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ പാർക്കിംഗ് ബ്രേക്ക് റിലീസ് ആവുന്നത് കാണാം. നിങ്ങൾ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇതിപ്പോൾ കണ്ടല്ലോ, പാർക്കിംഗ് ബ്രേക്ക് സർവീസ് മോഡിലേക്ക് ആയിരിക്കുകയാണ്. ഇത് കണ്ടല്ലോ. ഇനി നമുക്കത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതേമാതിരി തന്നെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ക്യാൻസലും കൂടി ചെയ്യാം. അപ്പോൾ ക്യാൻസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് പാഡ് മാറിയതിന് ശേഷം നമുക്കത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതേമാതിരി തന്നെ സർവീസ് മോഡിലേക്ക്, മീൻസ് സർവീസ് മോഡിൽ ക്യാൻസൽ ആവുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടല്ലോ, ആ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി അതേമാതിരി തന്നെ വാഹനത്തിൻ്റെ റീസെറ്റും കാര്യങ്ങളും ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ്. ഇനി നമുക്കത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് അസിസ്റ്റ് പ്ലസ്സിൽ പോയി കഴിഞ്ഞാൽ അസിസ്റ്റ് പ്ലസ്സിൽ ഓൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇഗ്നിഷൻ ഓൺ ചെയ്യേണ്ട ഒരു പോർഷൻ കാണിക്കും. അപ്പോൾ ഇഗ്നിഷൻ ഓൺ ചെയ്യുക. സർവീസ് റീസെറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇഗ്നിഷൻ ഓൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി അതേമാതിരി തന്നെ അതിൻ്റെ അകത്ത് ഫുൾ സർവീസ്, കൺഫർമേഷൻ സർവീസ് അങ്ങനെയുള്ളതൊക്കെ കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ ഞാനിപ്പോൾ റീസെറ്റ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് എസ്റ്റിമേഷൻ കൊടുത്തതിന് ശേഷം മാത്രം റീസെറ്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ നിങ്ങളിവിടെ 2 ഓപ്ഷൻ കണ്ടല്ലോ, ഒന്ന് സർവീസും ഒന്ന് വർക്ക്ഷോപ്പ്. അപ്പോൾ സർവീസിൻ്റെ അകത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. എന്നാൽ ഈ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടല്ലോ, ആ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് സർവീസും കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്യാനും സാധിക്കുന്നത്. അതേമാതിരി തന്നെ ഈ പാർക്കിംഗ് ബ്രേക്ക് മാനുവലായിട്ട് റിലീസ് ചെയ്യുന്നതും അവിടെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ബ്രേക്ക് പാഡ് മാറുന്ന സമയത്ത് മസ്റ്റായിട്ട് ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി ഞാൻ വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.